ഇന്നത്തെ സെഷന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് എ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ. ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ഞാൻ ഇത്ര സമയം കൊണ്ട് ഇത്രയും വിഷയങ്ങൾ പഠിച്ചു തീർക്കും, ഞാൻ ഒരു ദിവസം ഇത്രയും സമയം പഠിക്കാനിരിക്കണം, എനിക്ക് ഇത്രയും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, ഇത്രയും ക്ലാസ്സുകൾ കാണണം, എൻ്റെ നോട്ടുകൾ എങ്ങനെയായിരിക്കണം, ഇതിനെല്ലാം പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിന്റെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഈ കാണുന്നത്. ഞാനൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടാർഗറ്റ് വേണം. അപ്പോൾ എത്ര ദിവസമാണ് എനിക്ക് ടാർഗറ്റ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്? 2, ആ ദിവസങ്ങളെ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 3ാമത്തെ ചോദ്യം, ടെക്കും നോൺ ടെക്കും ഒരുമിച്ച് പഠിക്കണോ? അപ്പോൾ ഈ സംശയങ്ങളെല്ലാം മാറ്റുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിനെ നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു ടോപ്പിക്, ടെക്നിക്കൽ ആയിക്കോട്ടെ നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ, ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ വെയിറ്റേജ് എന്താണ്, കറണ്ട് അഫയറിന്റെ വെയിറ്റേജ് എന്താണ്, സ്റ്റാറ്റിക്കിന്റെ വെയിറ്റേജ് എന്താണ്, സ്റ്റാറ്റിക്കിൽ തന്നെ ഹിസ്റ്ററിക്ക്, പൊളിറ്റിക്സ്, ജോഗ്രഫിക്ക്, എക്കണോമിക്സിന് എത്ര വെയിറ്റേജ് ആണുള്ളത്, എൻവയോൺമെന്റ് എത്ര വെയിറ്റേജ് ആണുള്ളത്, കമ്പ്യൂട്ടറിന് എത്ര വെയിറ്റേജ് ആണുള്ളത്, മാത്സിൽ തന്നെ ഓരോ ടോപ്പിക്കിനും എത്രയാണ് വെയിറ്റേജ് ഉള്ളത്, സയൻസിന് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള സിലബസ് എന്ന് പറയുന്നത് മുൻകാല ചോദ്യങ്ങൾ മാത്രമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടുകൾ സെറ്റ് ചെയ്യണം. ക്ലാസ്സുകൾ കാണുന്ന കൂടുതൽ ഇലാബറേറ്റ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങളുടെ കൈവശം വേണം. അതിനുശേഷം അതിൽ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗങ്ങളെ വെച്ചുകൊണ്ടുള്ള റിവിഷൻ നോട്ട്സോ ഷോർട്ട് നോട്ട്സോ നിങ്ങൾ കയ്യിൽ വേണം. അതിനകത്ത് ഓൺലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ അവിടെ പാടുള്ളൂ. അപ്പോൾ അവിടെ അത് ക്രിസ്പ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ആൻഡ് അതിനകത്ത് ടിപ്പുകൾ, ട്രിക്സുകൾ, നിമോണിക്സുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ CBT 1 കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ കുട്ടികൾ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു, സാറേ പല ചോദ്യങ്ങളും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. കാരണം എന്താ, അത് തെറ്റായിട്ടുള്ള സ്ട്രാറ്റജിയാണ്, തെറ്റായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണെന്ന് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അതെങ്ങനെ സാറേ ശരിയാവുന്നത്? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ കഴിഞ്ഞിട്ടില്ല, ഗ്രേഡ് 1 കഴിഞ്ഞിട്ടില്ല, ഗ്രേഡ് 3 കഴിഞ്ഞിട്ടില്ല, സെക്ഷൻ കൺട്രോളർ കഴിഞ്ഞിട്ടില്ല, 5ാമത്തെ നോട്ടിഫിക്കേഷനിലെ JEE ഇതും കഴിഞ്ഞിട്ടല്ലേ പോകാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 120 ദിവസം ആണ് നമ്മൾ നോൺ ടെക്നിക്കലിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടി വരുന്നത്? ആദ്യത്തെ 120 ദിവസത്തെ ഞാൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് നമ്മുടെ ക്ലാസ്സിനകത്ത്, നമ്മുടെ സ്കോറിൽ കുട്ടികളുടെ അടുത്ത് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ഷെഡ്യൂളാണ്. നോൺ ടെക്നിക്കലിന്റെ ഒരു ഷെഡ്യൂളിന്റെ ഒരു പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടെക്നിക്കലിന്റെ ഒരു ഷെഡ്യൂളിന്റെ പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വേണം നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കുറച്ച് പേരെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്ത് കാണും. അപ്ലൈ ചെയ്തിട്ട് ഇനി RRB മാറ്റണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരമാണ്. നവംബർ 25 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷനകത്ത് ചേഞ്ച് വരുത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങൾക്ക് ഡിസംബർ 10-ാം തീയതി വരെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സബ്മിറ്റ് കൊടുത്തവരാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നവംബർ 25 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. വേക്കൻസി എൻഹാൻസ് ചെയ്തത് പ്രമാണിച്ചിട്ടാണ് അത്തരത്തിലൊരു അവസരം RRB പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സോണിൻ്റെ വീഡിയോ, അല്ലേ, ഏത് RRBയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, RRB എങ്ങനെ സെലക്ട് ചെയ്യണം, പോസ്റ്റുകൾ എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ പല വീഡിയോസിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ കാണുക. അപ്ലൈ ചെയ്യാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ മുതൽ ആണ് നിങ്ങൾ റേസിനകത്ത് ഭാഗമാവുന്നത്, അല്ലേ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൽ പാളിച്ച പറ്റിയാൽ തന്നെ നിങ്ങൾ റേസിൽ നിന്ന് ഔട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യുക. ഓൾറെഡി ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെ പഠിക്കണമെന്നുള്ളതിനെ പറ്റി മണിശങ്കർ സാർ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഒരു നോൺ ടെക്നിക്കൽ സ്റ്റഡി പ്ലാൻ ആണ്. നോൺ ടെക്നിക്കലാണ് ഇതിൻ്റെ ടയർ 1 എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. അപ്പോൾ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കൈവശം വേണം. അപ്പോൾ എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് സ്റ്റഡി പ്ലാനിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ 2 ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് എ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ. എന്താണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗം നോട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെ, സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക്, അതിൻ്റെ ഈ പറഞ്ഞ ടെക്നിക്കാലിറ്റിയിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ഞാൻ ഇത്ര സമയം കൊണ്ട് ഇത്രയും വിഷയങ്ങൾ പഠിച്ചു തീർക്കും, ഞാൻ ഒരു ദിവസം ഇത്രയും സമയം പഠിക്കാനിരിക്കണം, എനിക്ക് ഇത്രയും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, ഇത്രയും ക്ലാസ്സുകൾ കാണണം, എൻ്റെ നോട്ടുകൾ എങ്ങനെയായിരിക്കണം,
ഇതിനെല്ലാം പറ്റി നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഒരു യഥാർത്ഥ സ്റ്റഡി പ്ലാൻ, ഒരു നല്ല സ്റ്റഡി പ്ലാനിൻ്റെ കൈവശം ഉണ്ടായിരിക്കേണ്ട മിനിമം ക്രൈറ്റീരിയാസ് എന്താണ്, അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പാർട്ട് ബിയിൽ എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ നമ്മൾ മേക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആർക്കും, ഈ വീഡിയോ കാണുന്ന ഏതൊരു കുട്ടിക്കും, തയ്യാറെടുക്കുന്ന ഏതൊരു കുട്ടിക്കും എത്തരത്തിലാണ് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുക, ഇത് 2 ഭാഗങ്ങളും നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് സമയം കളയാതെ തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ? എന്താണ് ഒരു യഥാർത്ഥ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിലബസ് കവർ ചെയ്യണം, അല്ലേ? എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എക്സാം കടക്കുമെന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ, വെറും മിഥ്യാധാരണ. എന്ത് വേണം? സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. അപ്പോൾ സിലബസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. പക്ഷേ സിലബസ് കവറേജ് ഇല്ലാത്ത ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം എന്താ ഒരു സ്റ്റഡി പ്ലാനകത്ത് വേണ്ടത്? റിവിഷൻ, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ. നമ്മൾ ഏതൊക്കെ നമ്മുടെ ടോപ്പേഴ്സിന് ജെഇ ക്രാക്ക് ചെയ്തിട്ടുള്ള ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും അവർ റിവിഷൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വാദോരാതെ സംസാരിക്കുന്നത് കേൾക്കാം. അതായത് നിങ്ങൾ സിലബസ് കവർ ചെയ്തു, നിങ്ങളതിനെ ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ കണ്ടു, നോട്ടുകൾ എഴുതി, വ്യക്തമായിട്ട് നിങ്ങൾ സിലബസ് ഒക്കെ കവർ ചെയ്ത് പോകുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് റിവിഷനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ പരാജയപ്പെടും തീർച്ചയായിട്ടും. കാരണം ആദ്യത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ കാലയളവിൽ ആദ്യം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? മറന്നുപോകും. അപ്പോൾ റിവിഷൻ എങ്ങനെയായിരിക്കണം, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനകത്തും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ഇത് രണ്ടുകൊണ്ടും മതിയാവോ? ഇല്ല. നിങ്ങൾക്ക് എന്തുകൂടെ വേണം? ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താ കാരണം? നിങ്ങൾ തയ്യാറെടുക്കുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കല്ല, നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു മത്സര പരീക്ഷയ്ക്കാണ്. മത്സര പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയെ പോലെ ഒരു പാസ് മാർക്കല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ഒരാളായിട്ട് മാറണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്, എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ടെസ്റ്റുകൾ, പരീക്ഷകൾ എഴുതി അതിനെ അഭിമുഖീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് 3 ഉൾപ്പെട്ടതായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഈ കാണുന്നത്. എന്താണ്? കംപ്ലീറ്റ് സിലബസ് കവറേജ്, 2 പ്രോപ്പറായിട്ടുള്ള റിവിഷൻ, 3 യഥാക്രമം ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളത്. ഇത് 3ഉം നിങ്ങൾ എങ്ങനെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിലും, നിങ്ങൾ എങ്ങനെ പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിലും, നിങ്ങൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വ്യക്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും സമയം ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ അങ്ങനെ റെഡി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഇത് 3ഉം ഉൾപ്പെട്ടേ പറ്റൂ. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. നിങ്ങൾക്ക് കോമ്പറ്റീഷനകത്ത്, ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് സർവൈവ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ സിലബസ് കവറേജ് മസ്റ്റാണ്. സിലബസ് കവർ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് എന്തുകൂടെ വേണം? പ്രോപ്പറായിട്ടുള്ള റിവിഷൻസ് വേണം. അതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത സംഭവത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അതിനെ നിങ്ങൾക്കത് വർക്കൗട്ട് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്സ്, റീസണിങ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ കൺസെപ്റ്റ് മാത്രം കണ്ടോണ്ട് ഓക്കെ വർക്ക് ആൻഡ് ടൈം ഇങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ പക്കയാണ്. ഇനി നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. സിലബസ് കവറേജ് എന്താണ്? സിലബസ് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സിലബസ് കവറേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, വെയിറ്റേജ് മനസ്സിലാക്കുക. അപ്പം ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ഞാനത് പറയാൻ കാരണം ഞാൻ നോൺ ടെക്നിക്കലിൽ ഹിസ്റ്ററിയും പൊളിറ്റിയും പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹിസ്റ്ററിയിൽ നിന്ന് എക്സാമ്പിൾസ് പറയുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗമാണ് നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസിനകത്ത് ഹിസ്റ്ററിയെ പറ്റി പരാമർശിച്ചിട്ടുള്ളൂ. പക്ഷേ ചോദ്യങ്ങൾ എവിടെ നിന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരൊറ്റ വേർഡ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് എവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? നമുക്ക് ഏൻഷ്യൻറ്റിൽ നിന്നും മെഡീവിയൽ ഇന്ത്യയിൽ നിന്നും, അതായത് പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ നിന്നും, മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ നിന്നും, ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നിന്നും എല്ലാം ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് എവിടെ വെയിറ്റേജ് കൊടുക്കണം, ഏത് ടോപ്പിക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയിറ്റേജ് കൂടെ മനസ്സിലാക്കണം. 2, കൺസെപ്റ്റ് ബിൽഡിംഗ്. ആ വെയിറ്റേജ് മനസ്സിലാക്കി ഓക്കെ ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോക്കസ് കൊടുത്ത് അതിന് ഊന്നൽ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. 3, ആ ഭാഗത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കോർ അക്കാഡമിയുടെ ചാനലിൽ ലഭ്യമായിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ
ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ടുള്ള നോട്ടുകൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടുകൾ ഇല്ലാതെ എവിടെന്നെങ്കിലും കിട്ടുന്ന PDF വാങ്ങിച്ച് പഠിക്കാമെന്നൊരു ധാരണയുണ്ടെങ്കിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആയേക്കാം. പക്ഷേ നിങ്ങളുടെ സ്വന്തമായി കൈപ്പടയിൽ നിങ്ങൾ തന്നെ തയ്യാറാക്കിയ നോട്ടുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനെ സഹായിക്കും. അപ്പോൾ നോട്ട് മേക്കിംഗ് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അപ്പോൾ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യുക. കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? നോട്ട് മേക്ക് ചെയ്ത് പോവുക. ഇതായിരിക്കണം നിങ്ങളുടെ രീതി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് വെയിറ്റേജ് മനസ്സിലാക്കുന്നത്? വെയിറ്റേജ് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് അതിലേക്ക് കിടക്കാം. വെയിറ്റേജ് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു ഭാഗത്തിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വെയിറ്റേജ് സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 03/2018 എന്ന് പറഞ്ഞുകൊണ്ട് 2018 കണ്ടക്ട് ചെയ്തിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. 2024 കഴിഞ്ഞ വർഷം കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ടോപ്പിക്, ടെക്നിക്കൽ ആയിക്കോട്ടെ നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ, ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ വെയിറ്റേജ് എന്താണ്, കറണ്ട് അഫയറിന്റെ വെയിറ്റേജ് എന്താണ്, സ്റ്റാറ്റിക്കിന്റെ വെയിറ്റേജ് എന്താണ്, സ്റ്റാറ്റിക്കിൽ തന്നെ ഹിസ്റ്ററിക്ക്, പൊളിറ്റിക്ക്, ജിയോഗ്രഫിക്ക്, എക്കണോമിക്സിന് എത്ര വെയിറ്റേജ് ആണുള്ളത്, എൻവയോൺമെന്റിന് എത്ര വെയിറ്റേജ് ആണുള്ളത്, കമ്പ്യൂട്ടറിന് എത്ര വെയിറ്റേജ് ആണുള്ളത്, മാത്സിൽ തന്നെ ഓരോ ടോപ്പിക്കിനും എത്രയാണ് വെയിറ്റേജ് ഉള്ളത്, സയൻസിന് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള സിലബസ് എന്ന് പറയുന്നത് മുൻകാല ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക, അതിൽ നിന്നും അനാലിസിസുകൾ നടത്തുക. ഓക്കെ, അങ്ങനെയാണ് വെയിറ്റേജ് മനസ്സിലാക്കുക. കൺസെപ്റ്റ് ബിൽഡിങ്ങിൽ എന്താണ് വേണ്ടത്? ഓക്കെ, വെയിറ്റേജ് മനസ്സിലാക്കി. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ എന്നാണ് ആകെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ചോദ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് മോഡേൺ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഞാൻ ഏൻഷ്യൻ്റ് ഇന്ത്യയും മെഡീവൽ ഇന്ത്യയും പഠിക്കണം, പക്ഷേ അതിന് അത്ര കണ്ട് ഊന്നൽ കൊടുക്കേണ്ട കൂടുതൽ ചോദ്യങ്ങൾ മോഡേൺ ഇന്ത്യയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ മോഡേൺ ഇന്ത്യ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഈ മോഡേൺ ഇന്ത്യ ഞാൻ എവിടെ നിന്ന് പഠിക്കും? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ കാണാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകളോ മെറ്റീരിയൽസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനകത്തുള്ള ക്ലാസ്സുകൾ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി ക്ലാസ്സുകൾ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്നോ മെറ്റീരിയൽസിൽ നിന്നോ പഠിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നതാണ് എന്താണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്, എന്താണ് മെറ്റീരിയൽസ് എന്നുള്ളത്. അപ്പോൾ GK സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ബുക്ക്, GKയുടെ കാര്യത്തിൽ 2 കാര്യങ്ങൾ, ഞാൻ 2 ബുക്കുകൾ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാം. ഒന്ന്, നിങ്ങൾ NCERT പാഠപുസ്തകങ്ങൾ ഫോളോ ചെയ്യണം. NCERT 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ബുക്കാണ് ലൂസെൻറ്റിൻ്റെ ബുക്ക്. ലൂസെൻറ്റിൻ്റെ ബുക്ക് കുട്ടികൾ ഫോളോ ചെയ്യുന്ന ബുക്കാണ് GKക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിൽ കൃത്യമായിട്ട് ഈ പറയുന്ന PYQ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് കാണും. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് മേക്ക് ചെയ്ത് പോവുക. അപ്പോൾ ക്ലാസ് നോട്ട്സ് നിങ്ങളുടെ കൈവശം വേണം. ക്ലാസ് നോട്ട്സ് എന്ന് പറയുന്നത് ഇലാബറേറ്റ് ആയിട്ടുള്ള നോട്ട്സാണ്. അതായത് ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും ആ ടോപ്പിക്കിൽ, ആ പർട്ടിക്കുലർ ടോപ്പിക് എടുക്കുന്ന അധ്യാപകൻ ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള കൈപ്പടയിൽ എഴുതി പോകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഓരോ തവണ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ബ്രെയിനകത്ത് കയറുന്നു. അത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങളുടെ നോട്ടിലേക്ക് പാർത്തുന്നതിലൂടെ ഒരു തവണയെങ്കിലും നിങ്ങൾ അതിനകത്ത് ആ കൺസെപ്റ്റ് നിങ്ങളുടെ തലച്ചോറിനകത്ത് കയറിയെന്നർത്ഥം. ഇനി അതാണോ ഷോർട്ട് നോട്ട്? ഷോർട്ട് നോട്ട് വേറെ നോട്ടായിരിക്കണം. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ വെയിറ്റേജ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് സെറ്റ് ചെയ്യാനായിട്ട്. വെയിറ്റേജ് എവിടെയാണ് നമുക്കറിയാം. PYQ നോക്കി കഴിഞ്ഞാൽ വെയിറ്റേജ് എവിടെയാണെന്ന് അറിയാം. ഏൻഷ്യൻ്റ് ഹിസ്റ്ററിക്കും മെഡീവൽ ഹിസ്റ്ററിക്കും മോഡേൺ ഹിസ്റ്ററിക്കും നിങ്ങളുടെ കൈവശം എന്ത് വേണം? ക്ലാസ് നോട്ട്സ് വേണം. വെയിറ്റേജ് നോക്കുമ്പോൾ കൂടുതൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ തന്നെ കൂടുതൽ വെയിറ്റേജ് വരുന്ന ഗുപ്ത പീരീഡ്, മൗര്യ പീരീഡ്. അപ്പോൾ അതിന് നിങ്ങളുടെ കൈവശം എന്ത് വേണം? ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റിവിഷൻ നോട്ട്സ് വേണം. അതിന് വീണ്ടും വലിയ നോട്ടുകൾ ഉണ്ടാക്കി വെക്കില്ല വേണ്ടത്, ഷോർട്ട് നോട്ട്സ് ആണ് വേണ്ടത്. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റിവിഷൻ നോട്ട്സ്. ഈ ഏൻഷ്യൻ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുപ്ത എംപയറും മൗര്യ എംപയറും പഠിക്കുമ്പോൾ അതിൽ എന്ത് പഠിക്കണം എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയിട്ടായിരിക്കണം നിങ്ങളുടെ ഷോർട്ട് നോട്ടിനകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ കൈവശം വേണം. ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ്? ഇപ്പോൾ കുറേ യുദ്ധങ്ങൾ, 1ാം പാനിപ്പട്ട് യുദ്ധം, 2ാം പാനിപ്പട്ട് യുദ്ധം, 3ാം പാനിപ്പട്ട് യുദ്ധം, അതിൻ്റെ വർഷങ്ങൾ, അത് ആരൊക്കെ തമ്മിലാണെന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഫാക്റ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള സാധനങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള കൈപ്പടയിൽ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, നിങ്ങളുടേതായിട്ടുള്ള ഫോർമാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. അതും അവസാന നിമിഷത്തെ റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. തെറ്റാൻ സാധ്യതയുള്ള, ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം? അത് കവർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും.
അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ സിലബസിനെ കവർ ചെയ്ത് പോകേണ്ടത്. ഈ ഘട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യം വെയിറ്റേജ് മനസ്സിലാക്കുന്നു. വെയിറ്റേജ് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കൈവശം ഇതിന് മുന്നേ കണ്ടക്ട് ചെയ്ത 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അത് നോക്കിക്കൊണ്ട് നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെയിറ്റേജ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത്രയും ടോപ്പിക്സ് ആണ് നോൺ ടെക്നിക്കൽ ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ വിഷയത്തിൽ നിന്നും പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സിനകത്ത് പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്സ് ഫോളോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NCERTയോ അല്ലെങ്കിൽ ലൂസെൻ്റോ ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസെപ്റ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടുകൾ സെറ്റ് ചെയ്യണം. ക്ലാസ്സുകൾ കാണുന്ന കൂട്ടത്തിൽ ഇലാബറേറ്റ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങളുടെ കൈവശം വേണം. അതിനുശേഷം അതിൽ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗങ്ങളെ വെച്ചുകൊണ്ടുള്ള റിവിഷൻ നോട്ട്സോ ഷോർട്ട് നോട്ട്സോ നിങ്ങളുടെ കയ്യിൽ വേണം. അതിൽ തന്നെ കൺഫ്യൂസിങ് ഫാക്റ്റുകൾ ലാസ്റ്റ് നിമിഷത്തെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മറച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വിക്ക് റിവിഷൻ മെറ്റീരിയൽസ് നിങ്ങളുടെ കൈവശം വേണം. ഇത്രയാണ് സിലബസ് കവറേജിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറയാൻ കാരണം ഇതൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആയതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതുവരെ ക്രാക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ രീതിയിൽ ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ, പിന്നെ ഇതിന് പുറമെ അവരുടേതായിട്ടുള്ള എഫേർട്ടുകളെല്ലാം ഇട്ടിട്ട് ക്രാക്ക് ചെയ്തിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കോമ്പറ്റീഷൻ അത്ര തന്നെ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങളെ സജ്ജരാക്കി മുന്നോട്ട് പോവുക. ഇനി അപ്പോൾ സിലബസ് കവറേജിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ റിവിഷനാണ്. സിലബസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് ഞാനൊരു ധാരണ തന്നിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ സിലബസ് മൊത്തം കവർ ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എലാബറേറ്റ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. റിവിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ കൈവശമുണ്ട്. റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള റിവിഷൻ മെറ്റീരിയൽസ് നിങ്ങളുടെ കൈവശം ഉണ്ട് അല്ലേ? ഇനി ഇത് എങ്ങനെ റിവൈസ് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്? അതിന് നമുക്ക് ഈ 3 ഘട്ടങ്ങൾ ഉപയോഗിക്കാം. ഒന്ന് റിവിഷൻ ക്ലാസ്സുകളുണ്ട്, മറ്റൊന്ന് ആഡ് ഓൺ ക്ലാസ്സുകളുണ്ട്, മറ്റൊന്ന് റിവിഷൻ നോട്ട്സ് ഉണ്ട്. ഈ ഹെഡുകൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള പേരുകൾ നിങ്ങൾ പരിഗണിക്കേണ്ട. ഇതിൻ്റെ താഴെ വരുന്ന കണ്ടന്റുകൾ വ്യക്തമായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്താണ് ഇതിൻ്റെ താഴെ വരുന്ന കാര്യങ്ങൾ? എന്താണ് റിവിഷൻ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസ് നമുക്ക് അത്യാവശ്യമാണത് അല്ലേ? 2018-ലെയും 2024-ലെയും RRB ഇതിന് മുന്നേ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുന്ന വീഡിയോ സീരീസുകളോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. 2, ഇമ്പോർട്ടൻ്റ് ഏരിയ കവറിങ് മാരത്തോൺസ്. ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള മാരത്തോൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകാവുന്നതാണ്. ഇത് റിവിഷൻ ക്ലാസ്സുകൾ എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ കീഴിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു, അതിൻ്റെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്തു, അതിൻ്റെ നോട്ടുകൾ നിങ്ങളുടെ കൈവശമുണ്ട്. റിവിഷന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാണാം, ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആഡ് ഓൺ ക്ലാസ്സുകൾ എന്താണ്? ആഡ് ഓൺ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആഡിങ് ക്ലാസ്സസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2018-ലും 2024-ലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18 ആണ് നമ്മൾ അതിന് മുന്നേ 2024-ലെ കുട്ടികൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് 18-ലെ ചോദ്യമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന ഒരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ 18-ലെ പാറ്റേണിൽ നിന്നും മാറിയ ഒരു പാറ്റേൺ ആണ് 24-ൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, അല്ല ഇന്ദു ചൂടനൊക്കെ വന്ന പോലെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2024 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സിലബസ് മാറിയിട്ടില്ല, പാറ്റേൺ മാറി. അപ്പം പാറ്റേൺസ് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഏരിയകൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പുതിയ ഏരിയ ഐഡന്റിഫൈ ആണ്. ഇപ്പോൾ 2024-ലെ ഒരുപാട് ഏരിയാസ് നമ്മൾ 2018-ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റാത്ത കുറേ ഏരിയയിൽ നിന്ന് 2024-ലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടേക്ക് നിങ്ങൾ വാല്യൂ അഡീഷൻ നടത്തണം അല്ലേ? 2024-ലെ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ ഓക്കെ 2018-ൽ ഇത് ചോദിച്ചിട്ടില്ല, പക്ഷേ 24-ൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് ഒന്നുകൂടെ പഠിക്കണം. ചിലപ്പോൾ 24-ൽ ചോദിക്കാത്ത ഏരിയയിൽ നിന്നായിരിക്കും 25-ലെ എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യത. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പം ആഡ് ഓൺ ക്ലാസ്സുകൾ അത്യാവശ്യമാണ് അല്ലേ? ഇതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവിഷൻ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോകണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ റിവിഷൻ നോട്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. അതിനകത്ത് ഓൺലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ അവിടെ പാടുള്ളൂ. ക്ലാസ് നോട്ട് അല്ല റിവിഷൻ നോട്ട് എന്ന് പറയുന്നത്. റിവിഷൻ നോട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള നോട്ട്സാണ്. അത് ഏറ്റവും ചുരുക്കി എഴുതാൻ പറ്റുന്ന അത്രയും നല്ലത് അല്ലേ? അപ്പോൾ അവിടെ അത് ക്രിസ്പായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ആൻഡ് അതിനകത്ത് ടിപ്പുകൾ, ട്രിക്സുകൾ, നിമോണിക്സുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എക്സ്പെക്റ്റഡ് ഏരിയാസ്, ഇമ്പോർട്ടൻറ്റ് ഏരിയാസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ കാണുക. വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഇത് കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ഈ വട്ടം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, കാരണം എക്സാമിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം RRB.
അപ്പോൾ ആ രീതിയിൽ നമ്മളെ സജ്ജരാക്കുന്നതിന് വേണ്ടി വാല്യൂ ആഡിങ് ക്ലാസ്സസ് കാണുക. ആൻഡ് ഇതിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റിവിഷന് വേണ്ടിയിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ കവർ ചെയ്യാൻ പാടുള്ളൂ. ആ നോട്ട്സ് ക്രിസ്പ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് ടിപ്പുകൾ, ട്രിക്സുകൾ, നിമോണിക്സുകളെല്ലാം ഉപയോഗിക്കുക പരമാവധി. ഇതാണ് ഒരു പ്രോപ്പർ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്തുകൊണ്ട് സജ്ജരാവുക. ക്ലാസ് കണ്ടു, റിവിഷൻ നടത്തി. മൂന്നാമത്തെ നമ്മുടെ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗം എന്താണ്? ഓഫ് കോഴ്സ് എന്താണ്? ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? എവിടെ നിന്നാണ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? എവിടെ നിന്ന് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താലും പ്രശ്നമുള്ള കാര്യമല്ല. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മുഖ്യം. അത് പരമാവധി ഈ രീതിയിലാക്കാൻ നോക്കുക. ഞാനിവിടെ ഒരു 5 കാറ്റഗറി ഓഫ് ടെസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ടോപ്പിക് ടെസ്റ്റ്. സപ്പോസ് എഗെയിൻ ഞാൻ എൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നിന്നാണ് എക്സാമ്പിൾ പറയുന്നത്. ഹിസ്റ്ററിയിൽ നിന്നും ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നും ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതൊരു ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിക്കിൻ്റെ ടെസ്റ്റ്, അതാണ് ടോപ്പിക് ടെസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ്, ഹിസ്റ്ററി സബ്ജക്റ്റാണ്, അതിൻ്റെ ഒരു പാർട്ട് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റിന് എക്സാമ്പിളാണ് ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൾട്ടിപ്പിൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റ് അതെന്താണ്? ഇപ്പം ഹിസ്റ്ററിയുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഒരു ഭാഗത്തു നിന്നൊരു ടെസ്റ്റ്, ഒരു കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. പൊളിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അതിനും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് പാർട്ട് ടെസ്റ്റായി അല്ലേ? സബ്ജക്റ്റ് ടെസ്റ്റ്, ഹിസ്റ്ററിയിൽ നിന്നുള്ള മൊത്തം ചോദ്യങ്ങൾ, പൊളിറ്റിയിൽ നിന്നുള്ള മൊത്തം ചോദ്യങ്ങൾ. ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റ്, നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കൈവശം CBT 1 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക, ആ രീതിയിൽ വെയിറ്റേജ് ഉള്ള എന്ത് ചെയ്യുക? ഫുൾ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഞാൻ ഇത്രയും വെറൈറ്റി പറയാൻ കാരണം ഇങ്ങനെ കിട്ടുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അത് ഓരോ സബ്ജക്റ്റിനും. ഇപ്പം GKയുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാത്സിനും റീസണിങ്ങിനും സയൻസിനും എല്ലാം ഇതേ സ്ട്രാറ്റജി യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എന്താണ് ശരിക്കും അവിടെ നിങ്ങൾ നടത്തേണ്ടത്? നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കുകയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയും, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവിടെ തെറ്റുകൾ വരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ച് നിങ്ങളുടെ കൺസെപ്റ്റിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് തിരുത്തി മുന്നോട്ട് പോകാവുന്നതാണ്. ഇത് വളരെ ഊർജ്ജസ്വലമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ടേക്കിംഗ് ടെസ്റ്റുകൾ. ടെസ്റ്റുകൾ എത്രത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അതുകൂടെ നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആവുകയും നിങ്ങളുടെ റിവിഷൻ സാധ്യമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി. ഈ പറയുന്നതിനെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത്? ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ആക്ച്വലി വർക്കൗട്ട് ആവാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT 1 കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ കുട്ടികൾ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു, സാറേ പല ചോദ്യങ്ങളും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. കാരണം എന്താ? ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ്, ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും, നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും, പക്ഷേ ഈ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ കൈവശം ടയർ 1-ന് 90 മിനിറ്റും 100 ചോദ്യമാണ് ഉണ്ടായിരിക്കുക. 90 മിനിറ്റ് 100 ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ കൈവശം ഏകദേശം 54 സെക്കൻഡ് ഉള്ളൂ എന്ന് സാരം. 1 മിനിറ്റ് ഇല്ല. ഒരു ചോദ്യത്തിന് 54 സെക്കൻഡ്. ഒരു ചോദ്യം നിങ്ങൾ സെൻറ്റൻസ് വായിച്ചെത്താൻ തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 30-35 സെക്കൻഡ് എടുക്കും അല്ലേ? പിന്നെ ചെയ്യാൻ എത്ര സെക്കൻഡാണ്? 20 സെക്കൻഡ്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ 100 ചോദ്യം എന്താണ്? നോൺ ടെക്നിക്കലാണ്. CBT 1-നെ സംബന്ധിച്ചിടത്തോളം. JEEയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, നോൺ ടെക്നിക്കലാണ് അല്ലേ? ഈ നോൺ ടെക്നിക്കലായിട്ടുള്ള 100 ചോദ്യത്തിൽ 55 ചോദ്യം മാത്സ് പ്ലസ് റീസണിങ് ആണ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണെന്ന് അർത്ഥം. പ്രത്യേകിച്ച് റീസണിങ് നിങ്ങൾ വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 54 സെക്കൻഡ് പോയിട്ട് 54 സെക്കൻഡോട് നിങ്ങളുടെ ചോദ്യം പോലും വായിച്ച് തീരില്ല. അപ്പോൾ ഇത് പല കുട്ടികളും കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തില്ല? പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് ഇത് തീർക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ടെസ്റ്റുകൾ തുടക്കം തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അവസാന കാലഘട്ടത്തിൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഞാൻ പഠിച്ചങ്ങ് മലമറിച്ച് കൺസെപ്റ്റുകളെല്ലാം സെറ്റ് ചെയ്ത് നോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റത്തെ 5 ദിവസം ഞാൻ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തോളാം, അല്ലെങ്കിൽ 10 ദിവസം ഞാൻ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തോളാം എന്നല്ല. അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് തെറ്റായിട്ടുള്ള സ്ട്രാറ്റജിയാണ്, തെറ്റായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണെന്ന് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. പഠിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ തന്നെ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സാറേ ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ടോപ്പിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് മസ്റ്റാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും നിങ്ങളുടെ ഡേ 1 തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വരുത്തരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടേക്കിംഗ് ടെസ്റ്റിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇനി CBT 2-ൻ്റെ കാര്യം മോശമാണോ? അല്ല. അവിടെ 120 ചോദ്യം
150 ചോദ്യം 120 മിനിറ്റാണ് CBT 2 വരുന്നത്. അതിനകത്ത് എന്തുണ്ട്, ടെക്കും ഉണ്ട് നോൺ ടെക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വിച്ച് ചെയ്ത് പഠിക്കേണ്ടി വരും. അതും ഒരു കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് അല്ലേ. സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ടെക്നിക്കലി നല്ല ടെക്നിക്കൽ നോളജ് ഉള്ള കുട്ടികളായിരിക്കാം, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ചിലപ്പോൾ ഷഫിൾ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഒന്നാമത്തെ ചോദ്യം വർക്ക് ടൈം തുടങ്ങിയ സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു, B ഇത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു, C ഇത്ര ദിവസം വർക്ക് ചെയ്തിട്ട് C വേറെ പണിക്ക് പോയി, D ആ വർക്ക് കയറി വന്നു, അപ്പം Aയും Bയും Dയും കൂടെ ചേർത്ത് എത്ര ദിവസം വർക്ക് ചെയ്തു. ഇങ്ങനത്തെ ചോദിക്കുകയാണ് മാത്സിന് വരുന്നത് അല്ലേ. റീസണിങ്ങിന് ചിലപ്പോൾ ക്യൂബ്സും ഡൈസും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. അടുത്ത മൂന്നാമത്തെ ചോദ്യം ചിലപ്പോൾ വരുന്നത് സയൻസിൽ നിന്നൊരു ചോദ്യമായിരിക്കാം, ഫിസിക്സിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. നാലാമത്തെ ചോദ്യം ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കാം, അഞ്ചാമത്തെ ചോദ്യം ബയോളജി ആയിരിക്കാം, 6 ഹിസ്റ്ററി ആയിരിക്കാം, 7 പൊളിറ്റി ആയിരിക്കാം, 8 എക്കോണമി, 9 ജോഗ്രഫി, 10 കറണ്ട് അഫെയർ. ചോദ്യങ്ങൾ ചിലപ്പോൾ സെക്ഷൻ വൈസ് ആവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ വരും സ്വാഭാവികമായിട്ടും. ഹിസ്റ്ററിയിലെ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ചോദ്യത്തിൽ നിൽക്കുകയാണ്, അടുത്ത ചോദ്യം വരാൻ പോകുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ മാത്സിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് സ്വിച്ചിങ് ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻ സ്വിച്ചിങ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റും അതുപോലെ തന്നെ ഫുൾ മോക്ക് ടെസ്റ്റും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ, അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യരുത്. ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും എവിടെ കവർ ചെയ്യേണ്ടി വരുന്നത്, ഈ ടേക്കിംഗ് ടെസ്റ്റ് എന്നുള്ള ഒരു ഏരിയ നിങ്ങൾ പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ട് പോകേണ്ടത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, -1/3 നെഗറ്റീവ് എന്നുള്ളത്. അതായത് ചുമ്മാ അങ്ങ് കറക്കി കുത്തി പോകാനൊന്നും പറ്റില്ല. ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ എത്ര മാർക്ക് വരും? നിങ്ങൾ 3 ചോദ്യം ശരിയാക്കി അല്ലേ, -1/3 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങളുടെ പോയി നടത്താം. 3 ചോദ്യങ്ങളിൽ നിന്നും അല്ലേ 1 മാർക്ക് നിങ്ങളുടെ പോയി നടത്താം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അറ്റൻഡ് ചെയ്തേ പറ്റൂ, ടെസ്റ്റ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിനകത്ത് എന്തൊക്കെ വേണം? പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്യണം, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം, പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ എടുക്കണം. ഇനി പാർട്ട് ബി എന്താണ്? ഹൗ ടു മേക്ക് എ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ. എങ്ങനെ വേണം ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കാൻ? ഓക്കെ, ഒരു സ്റ്റഡി പ്ലാനകത്ത് സിലബസ് കവർ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി, അതിനകത്ത് റിവിഷനുള്ള സമയം കൊടുക്കണം, അതിനകത്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെ പ്രാവർത്തികമാക്കി എടുക്കും, അല്ല ഇതിനെങ്ങനെ പ്രാക്ടിക്കലാക്കി എടുക്കും? ഒരു അന്തം കുന്തം ഇല്ലാതിരിക്കുകയാണ്, സിലബസ് ഇങ്ങനെ കിടക്കുന്നു കടൽ പോലെ. ഇതിനെങ്ങനെ ഞാൻ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യും? എനിക്ക് എത്ര ദിവസമാണ് കിട്ടാനായിട്ട് പോകുന്നത്, എത്ര പരീക്ഷയ്ക്ക്, അതിൽ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യും പരീക്ഷകളെ, അല്ലേ? ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് എത്ര ദിവസം കിട്ടും? ഞാനൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടാർഗറ്റ് വേണം. അപ്പോൾ എത്ര ദിവസമാണ് എനിക്ക് ടാർഗറ്റായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്? 2, ആ ദിവസങ്ങളെ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അല്ലേ? എനിക്ക് ഇത്ര ദിവസം കിട്ടി എന്ന് മനസ്സിലായി, ആ ദിവസത്തിന് ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 3ാമത്തെ ചോദ്യം, ടെക്കും നോൺ ടെക്കും ഒരുമിച്ച് പഠിക്കണോ? അത് വലിയൊരു ചോദ്യമാണ് അല്ലേ. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് മാത്രം കുട്ടികൾ, അല്ലെങ്കിൽ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ടെക്കും നോൺ ടെക്ക്. 2 ടൈപ്പ് ഓഫ് സബ്ജക്റ്റുകളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 2 ഒരുമിച്ച് പഠിക്കണം. ഇനി ഒരുമിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം ടെക്ക് പഠിക്കണം? CBT 1 നോൺ ടെക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര സമയം നിങ്ങൾക്ക് ടെക്കിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് പറ്റും? ഒരു ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ടെക്കിന് എത്ര സമയം മാറ്റി വെക്കാനായിട്ട് പറ്റും? എത്രയാണ് അതിൻ്റെ റേഷ്യോ വരുന്നത്? CBT 1 എക്സാം കഴിഞ്ഞതിന് ശേഷം CBT 2 പഠിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കണം, എത്ര സമയം മാറ്റി വെക്കണം? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം മാറ്റുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിനെ നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതെങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ ഭാഗം എന്തായിരിക്കണം ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിൻ്റെ അജണ്ട, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പരീക്ഷയ്ക്ക് എത്ര ദിവസം കിട്ടും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ടേബിൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് എക്സാമ്പിളായിട്ട് വെച്ചിരിക്കുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2024 ഡേറ്റുകൾ. അത് വെച്ചുകൊണ്ട് എക്സ്പെക്റ്റഡ് ഡേറ്റുകളാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2025 ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. 2024 RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ 27-നാണ്. ഈ തവണ 2025 നോട്ടിഫിക്കേഷൻ വന്നത് ഒക്ടോബർ 31-നാണ്. അപ്പോൾ ആ 2 ഡേറ്റുകൾ നമുക്ക് വ്യക്തമായി. ഇനി പേപ്പർ 1 അഥവാ CBT 1 2024 കണ്ടക്ട് ചെയ്തത് ഡിസംബർ 6 മുതൽ ഡിസംബർ 13 വരെയുള്ള ഒരു ഡേറ്റിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇട്ടതിന് ശേഷം 120 ദിവസമാണ് നിങ്ങൾക്ക് 2024 പരീക്ഷയ്ക്ക് കിട്ടിയത്. അത്രയും നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ 2025 എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഡേറ്റ് CBT 1 എന്നായിരിക്കും?
ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും. അപ്പോൾ കുറേ കുട്ടികൾ ഈ ഡേറ്റ് കാണുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, അതെങ്ങനെ സാറ് ശരിയാവുന്നത്? അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ കഴിഞ്ഞിട്ടില്ല, ഗ്രേഡ് 1 കഴിഞ്ഞിട്ടില്ല, ഗ്രേഡ് 3 കഴിഞ്ഞിട്ടില്ല, സെക്ഷൻ കൺട്രോളർ കഴിഞ്ഞിട്ടില്ല, 5ാമത്തെ നോട്ടിഫിക്കേഷനിലെ ജെഇ ഇതും കഴിഞ്ഞിട്ടല്ലേ പോകാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3 പോലുള്ള പരീക്ഷകളെല്ലാം RRBക്ക് 1-2 ദിവസങ്ങൾ കൊണ്ട് കണ്ടക്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം ജനുവരി 15-ാം തീയതി വരെ ഉണ്ട്, അല്ലെങ്കിൽ ജനുവരി 16-ാം തീയതി വരെ ഗ്രൂപ്പ് ഡി എക്സാം ഉണ്ട്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് 17-ാം തീയതി നടത്തുകയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 ഈ പറഞ്ഞ പോലെ ഒരു 20-ാം തീയതിക്കുള്ളിൽ അവർക്ക് നടത്തി തീർക്കാം. സെക്ഷൻ കൺട്രോളർ ജനുവരി അവസാനം തന്നെ നടത്തി തീർക്കാം. ഫെബ്രുവരി മാസം പകുതിയെങ്കിലും ആകുമ്പോൾ ഇവർക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തുകൂടെ? അപ്പോൾ 120 ദിവസം ആണ് കഴിഞ്ഞ വർഷം കിട്ടിയത്, അത്ര തന്നെ നിങ്ങൾക്ക് ഈ വർഷവും കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ കൂടുതൽ ദിവസം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പഠിത്തത്തിൽ അത് ബാധിക്കും. നിങ്ങൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കില്ല. എക്സാമിൻ്റെ ഡേറ്റ് വരുന്ന സമയത്തായിരിക്കും അവസാനം തലവേദനയെടുത്ത് ഓടി നടക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസമെങ്കിലും കിട്ടും, അത് നമ്മൾ ഹോപ്പ് ചെയ്യണം, അത്രയും ദിവസമെങ്കിലും കിട്ടട്ടെ. അത്രയും കിട്ടുമെന്നുള്ളൊരു ധാരണയിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി CBT 2-ൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? CBT 1 ഡിസംബർ 6 മുതൽ 13 വരെ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഏപ്രിൽ 22 നമ്മുടെ ഡേറ്റ് വെക്കുന്നത്. ജൂൺ 4 ഞാൻ പരിഗണിക്കുന്നില്ല, കാരണം അത് എക്സാം ടെക്നിക്കൽ പ്രോബ്ലം കാരണം നീട്ടി വെച്ചതാണ്. ഏപ്രിൽ 22 ആദ്യത്തെ ഷിഫ്റ്റ് കണ്ടക്ട് ചെയ്തത്. 130 ദിവസമേ കിട്ടിയുള്ളൂ. നമുക്കതും 120 ദിവസം തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും CBT 2 എക്സാം എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. ജൂലൈ 2-ാം തീയതി ജൂലൈ 22-ാം തീയതി ആയിട്ട് റിസൾട്ട് വന്ന് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അടുത്ത വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ റിസൾട്ട് വരികയും ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ജോലിയിൽ കയറാനുള്ള സാധ്യതയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ 2024 1 വർഷത്തിനുള്ളിൽ ജോലിയിൽ കയറിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെ 25-ലും എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ എത്ര ദിവസം നിങ്ങളുടെ മുന്നിൽ കിട്ടും? അതിലൊരു തീരുമാനമായി. എത്ര ദിവസമാണ്? 120 ദിവസമാണ് 2 ഷിഫ്റ്റുകൾക്കിടയിലും നിങ്ങൾക്ക് മാക്സിമം കിട്ടാനായിട്ട് പോകുന്നത് നോട്ടിഫിക്കേഷന് ശേഷം. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് വ്യക്തമാണ്. 100-120 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഇനി ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് എടുക്കണം. അതിനെന്താണ് വഴി? ഒരു പ്രിപ്പറേഷൻ റോഡ് മാപ്പ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. CBT 1-ലേക്ക് 120 ദിവസം, CBT 2-ലേക്ക്, CBT 1-നും CBT 2-നും ഇടയിൽ 120 ദിവസം. ഈ ആദ്യത്തെ 120 ദിവസം ആണ് നമ്മൾ നോൺ ടെക്നിക്കലിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടി വരുന്നത്? ആദ്യത്തെ 120 ദിവസത്തെ ഞാൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് 100 ഡേയ്സ്, ഏറ്റവും ആദ്യത്തെ 100 ദിവസങ്ങൾ. ലാസ്റ്റ് 20 ഡേയ്സ്, ഏറ്റവും അവസാനത്തെ 20 ദിവസങ്ങൾ. ആദ്യത്തെ 100 ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് പഠിക്കണം? ടെക്കും പഠിക്കണം, നോൺ ടെക്കും പഠിക്കണം. അതിൽ ടെക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ 15% സമയം, നിങ്ങൾ 10 മണിക്കൂറാണ് പഠിക്കാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ എന്തിനു കൊടുക്കണം? ടെക്ക് പഠിക്കുന്നതിന് വേണ്ടി കൊടുക്കണം. 1.5 മണിക്കൂറേ കൊടുക്കാവൂ. 15% ടൈം നിങ്ങൾ എന്തിനു കൊടുക്കണം? ടെക്കിന് കൊടുക്കണം ആദ്യത്തെ 100 ദിവസം. ഇനി ഇവിടെ പല കുട്ടികൾക്കും പറ്റുന്നൊരു പെറ്റാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? GK സ്കിപ്പ് ചെയ്യാറുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും സ്കിപ്പ് ചെയ്യുന്നത് വളരെ കുറവാണ് കുട്ടികളെ, പക്ഷെ എന്നിരുന്നാലും സ്കിപ്പ് ചെയ്യാതെ പരമാവധി നോക്കുക. GK സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. GK അല്ലേ പഠിച്ച സമയം കളയുന്നതാണ്. അങ്ങനെയല്ല, GK 15 മാർക്കിനല്ല നിങ്ങൾ പഠിക്കുന്നത്. എത്ര മാർക്കിനാണ് പഠിക്കുന്നത്? 30 മാർക്കിനാണ് പഠിക്കുന്നത്. എന്താ 30 മാർക്ക് എന്ന് പറയാൻ കാരണം? CBT 2-ലും 15 മാർക്കിന് GK ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ GK പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ CBT 1 to CBT 2 വരെയുള്ള ടൈമിൽ നിങ്ങൾക്ക് റിവിഷൻ മാത്രം ചെയ്താൽ മതി. CBT 2-ന്റെ മാർക്കല്ലേ കുട്ടികളെ പരിഗണിക്കുന്നത്. CBT 2-ൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ CBT 2-ലേക്കുള്ളൊരു സിലബസ് നിങ്ങൾ CBT 1-ന്റെ സമയത്ത് തന്നെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് റിവിഷൻ മാത്രം ചെയ്താൽ പോരെ. അപ്പോൾ CBT 1-ന്റെ സമയത്ത് തന്നെ നിങ്ങൾ GK പഠിക്കണം. നിങ്ങൾ പഠിക്കുന്നത് 15 മാർക്കിനല്ല 30 മാർക്കിനാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ എടുത്തു പറയാൻ കാരണം ബയോളജി എന്താ സാറ് പഠിക്കേണ്ടത്? അങ്ങനെയല്ല. ഫിസിക്സും കെമിസ്ട്രിയും എവിടെയുണ്ട്? CBT 2-നുണ്ട്. ബയോളജി CBT 2-ന് ഇല്ല. അപ്പം ഫിസിക്സും കെമിസ്ട്രിയും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് പഠിക്കുന്നത് നിങ്ങൾക്ക് എവിടെ യൂസ്ഫുൾ ആയിരിക്കും? CBT 2-നും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങളിൽ പ്രോപ്പറായിട്ട് ഇത് പഠിച്ചതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് അവിടെ റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. എവിടെ? CBT 2-ന്. സിമിലർ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് CBT 1-നും CBT 2-നും നോൺ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. മാത്സ് റീസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻസ് ഓൺലി ഫോർ CBT 1. മാത്സും റീസണിങ്ങും CBT 1-ന് മാത്രമേ ഉള്ളൂ, എവിടെയില്ല? CBT 2-നില്ല. പക്ഷേ CBT 1-ന് 55% വെയിറ്റേജ് ഉണ്ട്. 55 മാർക്കാണ് മാത്സ് റീസണിങ്ങും. മാത്സ് റീസണിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിച്ചെടുക്കണം. ലാസ്റ്റ് 20 ദിവസം നിങ്ങൾ എന്ത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി? നോൺ ടെക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അവിടെ റിവിഷന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, റിവിഷൻ ക്ലാസ്സുകൾ, ആഡ് ഓൺ ക്ലാസ്സുകൾ, റിവിഷൻ നോട്ട്സ് ആൻഡ്
മോക്ക് ടെസ്റ്റുകൾ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ, 100 ചോദ്യത്തിൻ്റെ ഫുൾ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ റോഡ് മാപ്പിൽ നിങ്ങൾ പരിഗണിക്കേണ്ട ഏറ്റവും, നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഈ കാണുന്ന സംഭവം മാത്രമാണ്. ആദ്യത്തെ 100 ദിവസം ടെക്കും നോൺ ടെക്കും പഠിക്കുക. ടെക്കിന് ഒരു ദിവസം 15% സമയം, 15% ഒരു എന്താ പറയുക, ഒരു പെർസെൻറ്റേജ് ഞാൻ അങ്ങ് പറഞ്ഞതാണ്. നിങ്ങൾ 10 മണിക്കൂറാണ് പഠിക്കുന്നതാണെങ്കിൽ 1.5 മണിക്കൂർ, നിങ്ങൾ എത്ര സമയമാണോ പഠിക്കുന്നത് അത്രയും സമയത്തിൻ്റെ 15% നിങ്ങൾ ടെക്കിന് മാറ്റി വെക്കുക. അത് എന്തിനു മാറ്റി വെക്കുക? കോർ ഏരിയ എന്താണെന്നുള്ളതൊക്കെ ഓൾറെഡി മണിശങ്കർ മാഷ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടെക്കിൻ്റെ സൈഡിൽ. അപ്പോൾ ആ വീഡിയോ കാണുക. ഓക്കെ, GK സ്കിപ്പ് ചെയ്യരുത്, ഫിസിക്സും കെമിസ്ട്രി സ്കിപ്പ് ചെയ്യരുത്. CBT 2-ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. മാത്സ് റീസണിങ്ങിന് 55 മാർക്കാണുള്ളത് അല്ലേ, 55 മാർക്ക്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ടുള്ള പരിപാടി വേണ്ട. ലാസ്റ്റ് 20 ദിവസം നോൺ ടെക്ക് മാത്രം പഠിക്കുക, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, CBT 2-ന്റെ കേസിൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണിശങ്കർ മാഷ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ത് ചെയ്യാം, കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് ഈ കോർ ഏരിയ ഏതാണ്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ പുള്ളി അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ റോഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ 100 ദിവസത്തെ, ഇവിടെ കാണുന്ന ഈ 100 ദിവസത്തെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കുക, റീസണിങ്ങിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കുക. 55 മാർക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. തൊട്ട് പിന്നാലെ തന്നെ സയൻസ് വരുന്നു, തൊട്ട് പിന്നാലെ തന്നെ GK വരുന്നു. പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു വീക്ക്ലി ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം. ഇത് നമ്മുടെ ക്ലാസ്സിനകത്ത്, നമ്മുടെ സ്കോറിൽ കുട്ടികളുടെ അടുത്ത് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ഷെഡ്യൂളാണ്. നോൺ ടെക്നിക്കലിൻ്റെ ഒരു ഷെഡ്യൂളിൻ്റെ ഒരു പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടെക്നിക്കലിൻ്റെ ഒരു ഷെഡ്യൂളിൻ്റെ പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ CBTക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100-120 ദിവസമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. 100-120 ദിവസമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 15 മുതൽ 17 ആഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊത്തം സിലബസിനെ ഈ പറഞ്ഞ പോലെ ആഴ്ചകളിലേക്ക് ഡിവൈഡ് ചെയ്യുക. ഇവിടെ വീക്ക് 1-ൻ്റെ ഒരു സിലബസ്, ഒരു അപ്രോക്സിമേറ്റ് ഷെഡ്യൂൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മൺഡേ ടു സാറ്റർഡേ ആദ്യത്തെ 6 ദിവസമാണ് നമ്മൾ വീക്ക് 1 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ കുട്ടികൾക്ക്? മാത്സും റീസണിങ്ങും പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇത്രയും നമ്പർ ഓഫ് വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ആൻഡ് ഫിസിക്സിൻ്റെ ഒരു ക്ലാസ്സും കൂടെ കണ്ടു നോക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ 15 ആഴ്ചയ്ക്ക് എന്ത് ചെയ്യുന്നു, ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ 15 ആഴ്ചയിൽ ഈ കൊടുത്തിരിക്കുന്ന പ്രകാരമുള്ള നമ്പർ ഓഫ് വീഡിയോസും അത് പ്രകാരമുള്ള ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് കവർ ചെയ്ത് കിട്ടും. ആ സമയത്തിനകം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ സിലബസ് കവറേജ് അതിനോടകം വ്യക്തമായിരിക്കും. ആൻഡ് ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. പ്രാക്ടീസ് വിത്ത് ഫാക്കൾട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഞ്ഞ കളറിൽ 2 ബോക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? പ്രാക്ടീസ് വിത്ത് ഫാക്കൾട്ടി. നമ്മുടെ സ്കോർ അക്കാഡമിയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് വിത്ത് ഫാക്കൾട്ടി എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളാണ് അല്ലേ, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിൻ്റെ അജണ്ടയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിൽ, ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിൽ നമുക്ക് എന്ത് വേണം? സിലബസ് കവറേജ് വേണം അല്ലേ. ആ സിലബസ് കവറേജ് ആണ് ഇത്രയും ക്ലാസ്സുകൾ. ഒരാഴ്ചയിൽ നമ്മൾ കവർ ചെയ്യേണ്ട സിലബസുകളാണ് ഇത്രയും പച്ച കളറിൽ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകൾ. രണ്ടാമത് നമുക്ക് എന്താണ് വേണ്ടത്? റിവിഷൻ വേണം. ആ റിവിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത് നിങ്ങൾക്ക് എന്ത് വേണം? ടെസ്റ്റുകൾ വേണം. ആ ടെസ്റ്റാണ് നിങ്ങൾ സൺഡേ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ 15 ആഴ്ചയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളെ 15 ആഴ്ചയിലേക്ക് അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 100 ഡേ, ഒരു 120 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട ടെക്നിക്കലിൻ്റെ ടോപ്പിക്സ് എന്താണെന്നും അതിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ടെക്നിക്കലിന് സെപ്പറേറ്റ് ഒരു ഷെഡ്യൂളും നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഷെഡ്യൂളിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഷെഡ്യൂൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഞാൻ എടുത്തത്. തുടക്കം തന്നെ ഇത് അങ്ങ് കാണിച്ചാൽ മതി. പക്ഷെ തുടക്കം കാണിച്ചാൽ എങ്ങനെയാണ് ഇവിടെ മാത്സ് വന്നത്, എങ്ങനെയാണ് ഇവിടെ റീസണിങ് വന്നത്, എങ്ങനെയാണ് ഇവിടെ സയൻസ് വന്നതെന്നും, എന്തുകൊണ്ട് ഇവിടെ ഒരു ടെസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതും, എങ്ങനെ ഇത് 15 ആഴ്ചയായി എന്നുള്ളതും, എന്തുകൊണ്ടാണ് ടെക്നിക്കൽ സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഓക്കെ, ഇതുകൊണ്ടാണ് ഇങ്ങനൊരു ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വേണം നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അടുത്ത വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെടുക്കുക. ആ രീതിയിൽ നിങ്ങളെ തന്നെ തയ്യാറെടുക്കുക. അതെങ്ങനെ തയ്യാറെടുക്കണം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. ഇനി നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ 2 കോഴ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങളെ പോകുന്നത്. ഒന്ന് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോൺ ടെക്നിക്കൽ ബാച്ചാണ്. നമ്മുടെ അടുത്ത് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മാത്രമേ അല്ലേ ഉള്ളൂ, മെക്കില്ല, സിവിലില്ല. അപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ നോൺ ടെക്നിക്കൽ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടാവും, ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു പുതിയ കോഴ്സ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സൂപ്പർ കോംബോ ബാച്ചാണ്. എന്താണ് സൂപ്പർ കോംബോ ബാച്ച്? അക്കാഡമിയുടെ ചാനലിൽ തന്നെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് RRB NTPC എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം, സെക്ഷൻ കൺട്രോളർ എക്സാം, ഈ 3 പരീക്ഷകളും എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ, എന്താണ് അതിൻ്റെ സാധ്യത എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇത് 3 കൂടെ ഒരുമിച്ച് പഠിക്കാൻ പാകത്തിന് സ്കോർ അക്കാഡമി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബാച്ചാണ് സൂപ്പർ കോംബോ ബാച്ച്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ബാച്ചിലും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിൻഡോ ഡിസംബർ 10-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എഡിറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റും. നവംബർ 25 മുതൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു തവണ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോയിലേ പറ്റുള്ളൂ. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കറക്ഷൻ വിൻഡോയിൽ ഓരോ കറക്ഷനും 250 രൂപ വീതം നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആൻഡ് കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ഡാറ്റയോ അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള RRBയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം, അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ വീഡിയോസിൻ്റെയും എന്ത് ചെയ്യാം, സഹായം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർ ഇനി എന്ത് ചെയ്യുക, പ്രിപ്പറേഷനിലേക്ക് കിടക്കുക. ടെക് എങ്ങനെ പഠിക്കണം, നോൺ ടെക് എങ്ങനെ പഠിക്കണം, രണ്ടിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കൈവശമുണ്ട്. ഇത് പ്രകാരം ഒരു സ്റ്റഡി പ്ലാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 100-120 ദിവസത്തിനകത്ത് തന്നെ ടയർ 1 എക്സാം വരാനുള്ള സാധ്യത നിങ്ങൾ എന്ത് ചെയ്യുക, തള്ളിക്കളയാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.